ഏതാണ്ട് 1600 കിലോമീറ്ററോളം ഒറ്റയ്ക്ക് ട്രെയിനിൽ സഞ്ചരിച്ച് വിശാഖപട്ടണം വരെ പോയ പെൺകുട്ടിയാണ് തസ്മിത്ത്. വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങിപ്പോയതായിരുന്നു തസ്മിത്ത്. അവിടെ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. അപ്പോൾ ഒരുപാട് പേര് ഈ വിഷയം അറിഞ്ഞു കാണും. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും ഈ വിഷയത്തിനെ കുറിച്ചിട്ടൊന്ന് എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആരാണ് ഈ തസ്മിത്ത്, എന്താണ് സംഭവം എന്ന് പലരും അറിഞ്ഞു കാണും. മാധ്യമങ്ങളിലെല്ലാം ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള സംഭവമാണ് തസ്മിത്ത് എന്ന 13 വയസ്സുകാരിയെ കുറിച്ചുള്ളത്. അതിനെപ്പറ്റി ആദ്യം ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. ആസാം സ്വദേശികളായ തസ്മിത്തും കുടുംബവും കഴക്കൂട്ടത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അവിടെ ഉള്ള ഒരു ഹോട്ടലിലാണ് ആ മോളുടെ അച്ഛൻ ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ കേരളത്തിൽ എത്തുന്നത്. അവരുടെ അമ്മ അവിടെ അടുത്തെങ്ങോ ജോലിക്ക് പോയിരിക്കുകയാണ്. അവിടെ അടുത്ത ജോലിയുള്ള ഒരാളാണ് അമ്മ. തസ്മിത്തിന് 19 വയസ്സുള്ള ഒരു ആങ്ങള ഉള്ളത് ചെന്നൈയിലാണെന്നും കുടുംബവുമായിട്ട് പിണങ്ങി ചെന്നൈയിലോട്ട് പോയതാണെന്നൊക്കെ എന്നൊക്കെയാണ് പറയുന്നത്. തസ്മിത്തിനെ കാണാതായ ദിവസം അവളുടെ 2 സഹോദരിമാരുമായിട്ടും ഒരു വഴക്കുണ്ടായതായിട്ടാണ് അറിയുന്നത്. ഇതിൽ പ്രായത്തിൽ മൂത്തത് തസ്മിത്താണ്. പരസ്പരം സഹോദരിമാർ തമ്മിൽ വഴക്ക് കൂടുക പതിവായിരുന്നു. വീട് വിട്ടിറങ്ങിയ ദിവസവും പെൺകുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായി. ആ സമയം അച്ഛനും അമ്മയും ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല, അവർ ജോലിക്ക് പോയിരുന്നു. അമ്മ തിരിച്ചു വന്നപ്പോൾ 2 അനിയത്തിമാരും അമ്മയോട് തസ്മിത്ത് അടിച്ചു എന്ന് പരാതി പറഞ്ഞു. ഈ സംഭവം കേട്ട അമ്മ കൂടുതലൊന്നും ആലോചിക്കാതെ തസ്മിത്തിനെ നന്നായിട്ട് വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. എപ്പോഴും മൂത്ത കുഞ്ഞുങ്ങളാണല്ലോ ഒരു വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ നിന്നും അടിയും ചീത്തവിളിയും ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ തസ്മിനെ മാത്രം ചീത്ത വിളിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവൾക്ക് വളരെയധികം സങ്കടം തോന്നി. ഒരു ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ആൾ നേരെ വീട് വിട്ടിറങ്ങി. കയ്യിലുണ്ടായിരുന്നതോ ആകെ ഒരു 50 രൂപയും. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴക്കൂട്ടത്ത് നിന്നും ബസ് കയറി അവൾ തമ്പാനൂരിൽ ഇറങ്ങി. കുട്ടിക്കാണെങ്കിൽ മലയാളവും അറിയില്ല, ഭാഷ, സ്ഥലം ഒന്നും കുട്ടിക്ക് അറിയുകയും ചെയ്യില്ല. അതുപോലെ കണ്ണിൽ കണ്ട ഒരു ബസ്സിലൊക്കെ കയറി തമ്പാനൂരിൽ പോയി കറങ്ങി തിരിഞ്ഞൊടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പറ്റി. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിൻ വന്നിട്ട് പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്നു. അപ്പോൾ കുട്ടി ആദ്യം കണ്ട ട്രെയിനിൽ തന്നെ കയറി. അവൾ ആകെ അസ്വസ്ഥയായിരുന്നു. ആദ്യമായിട്ടാണല്ലോ വീട് വിട്ട് ഇറങ്ങുന്നത്, അച്ഛനും അമ്മയുമായിട്ടൊക്കെ പിണങ്ങി. ഏതായാലും ചെറിയ പെൺകുട്ടിക്ക് വളരെയധികം വിഷമം തോന്നി. ട്രെയിനിലാണെങ്കിലോ ഒറ്റയ്ക്കുള്ള യാത്ര. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേക്ക് ഈ പെൺകുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടിരുന്നത്, അസ്വസ്ഥയായിരുന്നത്. ഇവളുടെ നേരെ എതിരെ ഇരുന്ന 2 സ്ത്രീകളായിട്ടുള്ള യാത്രക്കാർ അവർക്കിത് കണ്ടിട്ട് സംശയം തോന്നി. അവർ ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അവരുടെ സ്ഥലമെത്തിയപ്പോഴേക്കും അവർ ഇറങ്ങിപ്പോയി. കുട്ടിയാണെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കണ്ട് സംശയം തോന്നിയെങ്കിലും അധികാരികളെ ഒന്നും അറിയിക്കാനായിട്ട് അവർക്ക് തോന്നിയില്ല. പക്ഷേ അവർ വീട്ടിലെത്തിയപ്പോഴാണ് ഈ ന്യൂസിനെ കുറിച്ചിട്ടും തസ്മിത്തിനെ കാണാതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ അറിയാനായിട്ട് ഇടവന്നത്. അപ്പോഴാണ് അവർ ഇത് ട്രെയിനിൽ കണ്ട കുട്ടിയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ഈ ട്രെയിനിലുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയതാണ് ഞങ്ങൾ ഈമയുടെ ആളും കേരള കലാസമിതി മലയാളി അസോസിയേഷൻ്റെ ആൾക്കാരും ഞങ്ങളെല്ലാവരും എല്ലാ ട്രെയിനിലും ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ ട്രെയിനിന്റെ ഒരു കമ്പാർട്ട്മെന്റിന് മുന്നിലത്തെ ഒരു കോച്ചിൽ നിന്ന് ആ കുട്ടി കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്. ആ കുട്ടി ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, വല്ല വീക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു വിവരം നൽകിയതാരാണ്? അതായത് ഈ ഒരു ട്രെയിനിൽ ഈ കുട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ആരാണ് നൽകിയത്? നാട്ടിൽ നിന്ന് ആരോ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് പറയുമായിരുന്നു. 24 ചാനലിൽ നിന്നാണ് പറഞ്ഞത്. എന്നോട് എന്റെ കൂട്ടുകാരൻ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ എന്നെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ റെയിൽവേയിൽ സ്റ്റേഷനിൽ വന്നു. ട്രെയിൻ ഓൾറെഡി ലേറ്റ് ആയിരുന്നു, 1 മണിക്കൂർ. അപ്പൊ ഞങ്ങൾ നിന്ന് എല്ലാ കോച്ചിലും ഞങ്ങൾ കയറി ഇറങ്ങി നോക്കുന്ന സമയത്താണ് ഏറ്റവും മുന്നിലുള്ള കോച്ചിൽ നിന്ന് ഈ കുട്ടി കിടക്കുന്ന രീതിയിൽ ഒരു 3-4 ആൺകുട്ടികളുടെ കൂടെ, ആസാമിലുള്ള ആൺകുട്ടികളുടെ കൂടെ കിടക്കുന്നു. അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയ സമയത്ത് കുട്ടി ക്ഷീണിതയായിരുന്നു? ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു? അവശയായിരുന്നോ? പിന്നെ കുട്ടി ആഹാരം കഴിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ, അതിന് സംസാരിക്കാനൊക്കെ ഒരു വിഷമം, അത്രേ ഉള്ളത്. ഇപ്പം CRPFന്റെ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് കുട്ടിയെ. ഞങ്ങളും അവിടെ തന്നെ നിൽക്കുകയാണ്. കുട്ടിക്ക് ആഹാരം എല്ലാം മേടിച്ചു കൊടുക്കുകയോ മറ്റു ഹെൽപ്പിന് വേണ്ടി ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇപ്പോ ഓക്കെ ആയിട്ടിരിക്കും? കഴിച്ചില്ല, ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ. ഭക്ഷണം ഞങ്ങൾ ഇനി അറേഞ്ച് ചെയ്യാം. അതിനെയും CRPFകാരോട് ചോദിച്ചിട്ട് വേണം ഭക്ഷണം എന്തെങ്കിലും നമ്മൾ കൊടുക്കാൻ ഒക്കുവോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം ഇനി അവരുടെ കസ്റ്റഡിയിലല്ലേ. ശരി, നിങ്ങൾ ഇപ്പോ ആ കുട്ടി ഉള്ള അതേ സ്ഥലത്ത് തന്നെ നിങ്ങളും ഉണ്ട്? എന്തോ ഇപ്പോൾ ആ കുട്ടി ഉള്ള പരിസരത്ത് തന്നെ നിങ്ങളും ഉണ്ടല്ലേ? അതിന്റെ അടുത്ത് തന്നെ സംസാരിക്കുന്നതാണ്. കുട്ടി അവിടെ തന്നെ CRPFന്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് ഞാൻ.
ശരി, ശ്രീ എനമ്പിള്ള, നിങ്ങൾ ഈ കണ്ടെത്തിയ സമയത്ത് നിങ്ങളുടെ അടുക്കൽ കുട്ടി കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് കുട്ടിയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞോ? കുട്ടി എന്താണ് സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു. അവൾ പറയുന്നത് ഞാൻ ഇറങ്ങിപ്പോകുന്ന വഴിക്കിട്ട് ഇറങ്ങിപ്പോന്നു, ഇത്രയേ പറയുന്നുള്ളൂ. ഓ, എങ്ങോട്ടായിരുന്നു, എന്തായിരുന്നു ലക്ഷ്യം, അത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല, ഒരു ലക്ഷ്യമില്ല. കുട്ടിക്ക് വഴിക്കിട്ടു, വിഷമിച്ചു, ഇറങ്ങിപ്പോന്നു. ആസാമിന് പോകാന്നുള്ള ലക്ഷ്യമാണെന്നാണ് കുട്ടി പറയുന്നത്. ഓ, ശരിക്കും ഈ ട്രെയിൻ എങ്ങോട്ടുള്ളതായിരുന്നു? എന്തോ ഈ ട്രെയിനിന്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഏതായിരുന്നു? ഈ ട്രെയിൻ ആക്ച്വലി പിന്നെ ബംഗാളി വരെയുള്ള ട്രെയിനാണിത്. പക്ഷേ കുട്ടിയെ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ അത് വേറെ രീതിയിൽ അതിനെ കാരണം കുറെ ആൺകുട്ടികളുടെ എടുക്കുമെന്നാണ് കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത്. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പെൺകുട്ടി, അത് ആകെ പേടിച്ചേരണ്ടിയിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾക്ക്, ഭാഗ്യം കൊണ്ടാണ് ഇവിടെ ഞങ്ങൾക്ക്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവർ കാര്യങ്ങളൊക്കെ അധികൃതരെ അറിയിക്കുകയും ഫോട്ടോ ഒക്കെ കൈമാറുകയും ചെയ്തു. പിന്നീട് ആ ഫോട്ടോ വൈറലായി. വിവരങ്ങൾ ഇവർ പറഞ്ഞതുകൊണ്ട് കുട്ടി എവിടേക്കാണ് പോയതെന്നുള്ളൊരു ഏകദേശ ധാരണ അന്വേഷണത്തിനെ വളരെയധികം പുരോഗമിക്കുവാനായിട്ട് സഹായിച്ചു. അവൾ അന്ന് ട്രെയിനിൽ കന്യാകുമാരിയിൽ എത്തി. പിന്നെ വീണ്ടും ട്രെയിനുകൾ മാറി മാറി കയറി ഏകദേശം ഒരു 36 മണിക്കൂർ കൊണ്ട് 1600 കിലോമീറ്റർ ആ കുട്ടി സഞ്ചരിച്ചു. അങ്ങനെ അവൾ വിശാഖപട്ടണത്തിലെത്തി. അവിടെ നിന്നാണ് അവിടുത്തെ മലയാളി സമാജം പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട എക്സ്പ്രസ് ട്രെയിനിൽ അവശയായ നിലയിൽ ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നത്. അതിലെ ഒരാൾ വിശദാംശങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾക്കൊന്ന് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കാഴ്ചയിൽ ആ കൂടെയുള്ള ആ കുട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ആരായിരുന്നു? അത് യാത്രക്കാരാണ്, ആസാമിലുള്ള സാധാരണയുള്ള യാത്രക്കാരാണ്. അവരെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ പോയില്ല. കുട്ടിയെ കിട്ടിയ സന്തോഷത്തിന് ഞങ്ങൾ ഇങ്ങനെ കുട്ടിയെ ഇറക്കിക്കൊണ്ട് പോരുമായിരുന്നു. വിളിച്ചപ്പം നീ ഇന്നല്ലാന്ന് ചോദിച്ചപ്പോൾ കുട്ടിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറക്കിക്കൊണ്ട് ഈ പോരുമായിരുന്നു. ഈ കുഞ്ഞിനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചതിൽ മാധ്യമങ്ങൾക്ക് വളരെയധികം വലിയ പങ്കുണ്ട്. ഈ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകി എല്ലായിടത്തും അത് എത്തിച്ചത് ഈ കുഞ്ഞിനെ കണ്ടെത്തുവാനായിട്ട് വളരെയധികം സഹായിച്ചു. 13 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ഈ ധൈര്യം അപാരം തന്നെ. ആദ്യമായിട്ടും ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു. അതിനിടയിൽ ആസാംകാരായ കുറച്ച് ആൺകുട്ടികളെയും അവൾ കണ്ടെത്തി. സ്വന്തം നാട്ടിലേക്ക് പോകാനായിട്ട് അവരോടൊപ്പം യാത്ര തുടർന്നു. കൃത്യസമയം എല്ലാവരും ഇടപെട്ടതുകൊണ്ട് മറ്റ് അപകടങ്ങളിലൊന്നും പെടാതെ കുട്ടിയെ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. നമ്മൾക്ക് കുറച്ചുകൂടി വിവരങ്ങൾ കണ്ടിട്ട് വരാം. രതീഷ്, ഇപ്പോൾ നമ്മൾ അവരെ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിക്കുകയാണ്. ദൃശ്യങ്ങൾ സഹിതം നമുക്ക് അവരെ അറിയിക്കുന്നു. അത് കണ്ട ഒരു സന്തോഷത്തിലാണ്. ഇത്രയും നേരം 2 മണിക്കൂറായി, 2 ദിവസമായി വലിയ തോതിലുള്ള ഒരു ആശങ്കയായിരുന്നു അവരുടെ മുഖത്തുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോ അവര് വിഷമം കൊണ്ട് കരയുകയാണ്. പക്ഷെ എങ്കിലും നമുക്ക് ഏത് രീതിയിൽ അവരെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. പക്ഷേ ആപ്കാ ബच्चा मिला ഫ്രം വിശാഖപട്ടണം. ठीक है थैंक यू. അവർക്ക് നിരവധി കോളുകൾ വരുന്നുണ്ട്. അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ പോലീസ് അധികാരികളിൽ നിന്നോ ഒക്കെ ആകാം. अच्छा ठीक है सर. अच्छा एम भी नहीं देखना पड़ता है. ठीक है, मेरा बेटी पुलिस के पास से गया. पुलिस को बोलो मेरे पास बात करने के लिए मैं बेटी के पास बात करने के लिए बोला. സാധാരണ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ മാതാപിതാക്കളെ ശകാരിക്കുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്താൽ അസ്വസ്ഥരാവുകയും വീണ്ടും വിചാരമില്ലാതെ ഇതുപോലെയൊക്കെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും ഒക്കെ ചെയ്യണം. ഇങ്ങനെ എപ്പോഴും ഈ വഴക്ക് പറയുന്ന ഒരു പ്രവണത ഉള്ള വീട്ടിലെ കുഞ്ഞുങ്ങളാണ് അധികവും ഇതുപോലത്തെ പെരുമാറ്റങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവർ പോകുന്ന അപകടത്തെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു ധാരണയുമില്ല. അപ്പോൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് വളരെ അപകടങ്ങളൊക്കെ ക്ഷണിച്ച് വരുത്തുന്ന സാഹചര്യങ്ങളിലോട്ട് കൊണ്ടെത്തിക്കും. കൂടുതലായും ഇതുപോലെയുള്ള കേസുകളിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ചേർത്ത് സാധാരണ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നതാണ്
പതിവ്. കാരണം ഈ ഒരു തവണ ഈ കുഞ്ഞ് പുറപ്പെട്ടത് വളരെ സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ച് എത്താനായിട്ട് സാധിച്ചു. എന്നാൽ എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു തവണ ഇങ്ങനെ പോകുമ്പോഴുള്ള പ്രവണത തുടർന്നും കാണിക്കാനുള്ള സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടാകും. അപ്പോൾ പല കുഞ്ഞുങ്ങളും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്ക് പറയുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം അസ്വസ്ഥതയും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേക്കും വളരെയധികം സൂക്ഷിച്ചു വേണം ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ അത് വീട്ടിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളപ്പോഴാണ് ഇതുപോലെ ഉള്ള കുഞ്ഞുങ്ങളെ സാധാരണ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കട്ടെ. ഇത് ഒരു സമൂഹത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ്, ഒരു സംഭവമായതുകൊണ്ടാണ് ഈ വീഡിയോ കണ്ടപ്പോഴേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.